ഡൽഹി എത്തിയപ്പോൾ വീട്ടിൽ സാധനമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും നിമോശം കൂടി സാധനം വാങ്ങാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ശനി ബസാറിൽ നിന്നാണ് ഒരാഴ്ചത്തേക്ക് വേണ്ട പച്ചക്കറിയും സാധനങ്ങളും എല്ലാം വാങ്ങൽ. അപ്പോൾ ഇപ്പോൾ ശനി ബസാർ വരണമെങ്കിൽ അടുത്ത ശനി ആവണ്ടേ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളും സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയതാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ കോട്ടേഴ്സിൻ്റെ കുറച്ച് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സ്റ്റോളാണ് കേട്ടോ. ഇവിടെ പച്ചക്കറികളും മറ്റേ ധാന്യങ്ങളെല്ലാം കിട്ടുന്ന കടയുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റാളും മീൻ സ്റ്റാളും എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ട് അത്യാവശ്യമുള്ള പച്ചക്കറികൾ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫിഷ് സ്റ്റാളിലേക്ക് പോയി. അപ്പോൾ നാട്ടിൽ നിന്നെല്ലാം കുറേ ചിക്കനെല്ലാം കഴിച്ച് മടുത്തോണ്ട് വിചാരിച്ച് 2 ദിവസത്തേക്ക് ചിക്കൻ വേണ്ട. അപ്പം മീൻ നോക്കാൻ വന്നു. അപ്പോൾ ഇവിടെ മീൻ രോഹും കട്ട്ലയും മാത്രമേ ഉള്ളൂ. പിന്നെ രൂപചന്ദ് ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ ഒരു വരാലുണ്ട്. അത് കണ്ടതുകൊണ്ട് നമ്മളൊരു വരാൽ വാങ്ങി. പക്ഷേ എനിക്കതിന് കാണുമ്പം തന്നെ എനിക്കതിന് ഇഷ്ടമായില്ല. കാരണം ഒരു പാമ്പിനെ പോലത്തെ തലയാണ് അതിന്. അങ്ങനെ അയാൾ അതെല്ലാം മുറിച്ച് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ അരിയും കുറച്ച് പരിപ്പും സാധനങ്ങളെല്ലാം വാങ്ങാൻ ഇപ്പുറത്തുള്ള ഒരു പലവ്യഞ്ജന കടയിൽ കയറിയിട്ടാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ അത്ര നല്ല ക്വാളിറ്റിയുള്ള പച്ചരി അല്ലെങ്കിലും സാധാരണ ഒരു പച്ചരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മൻസൂർ ദാലും മറ്റേ സാധാരണ നമ്മളെ മഞ്ഞപ്പരിപ്പും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് കോട്ടേഴ്സിലേക്ക് പോയിട്ടാണ്. അപ്പോൾ പോയിട്ട് ഗേറ്റ് കിടക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു ജ്യൂസ് കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു മാംഗോ ഷേക്കും വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് വന്നിട്ടില്ലേ ആദ്യത്തെ കറക്കാന്നിത്. ലീവിന് പോയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചി ബൈ ബൈ.